ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് സ്വാതിയും ഓളെ ചെക്കനും. അപ്പോൾ ഇന്ന് ഇവരെ കല്യാണമാണ്. ഇന്നെന്ന് പറയുമ്പോൾ മെയ് 18, 2025. ഈ ഒരു കല്യാണത്തിന് പ്രത്യേകത ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞാലോ. ഈ ചിരിച്ച മുഖങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇതങ്ങനെ സാധാരണ ഒരു ഫ്രെയിമല്ല എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഒരാൾ കുറവുണ്ട് കേട്ടോ. ഈ ഫ്രെയിം കംപ്ലീറ്റ് അല്ല. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ എത്തിയതെന്നുള്ള കഥ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് പിറകിലോട്ട് പോയാലോ. ഒരു 8-9 വർഷം പിറകിലോട്ട് ഞങ്ങളുടെ കോളേജ് കാലഘട്ടം. മടപ്പള്ളി കോളേജിലായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളും ഒരു ഗ്രൂപ്പ് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഗ്യാങ്ങാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്വാധീൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ 8 ആളാണ് ഞങ്ങൾ ഗേൾസ് ഉണ്ടായിരുന്നില്ല. അതിൽ ലാസ്റ്റ് ആളെ കല്യാണമാണ് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണം അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാനാണ് വിചാരിക്കുന്നത്. കോളേജുള്ള സമയത്തായിരുന്നു കേട്ടോ റെജീൻ്റെ കല്യാണം. ഞങ്ങളുടെ കൂടുതൽ ഫസ്റ്റ് കല്യാണമായിരുന്നു. കോളേജിലുള്ള സമയത്തായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷസ്നേൻ്റെ കല്യാണമായി, പിന്നെ കദീൻ്റെ കല്യാണമായി. അതിന് ഞങ്ങളൊക്കെ ഏകദേശം ആൾക്കാർ ഒരുമിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം ഒരു കൊറോണ കല്യാണം ആയതുകൊണ്ട് തന്നെ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും തലേ ദിവസമൊക്കെ ആയിട്ട് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകാൻ. ഭയങ്കര പോലീസ് ചെക്കിംഗ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും ഒന്നും വരാൻ പറ്റാത്തതുകൊണ്ട്. അതിന് ശേഷമായിരുന്നു നമ്മുടെ ആദിയുടെ കല്യാണം. ആദിയുടെ കല്യാണത്തിന് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തീർത്ഥയുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇല്ലാത്തുള്ളതെന്ന് തോന്നുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഈ അടുത്താണ് നമ്മുടെ എല്ലിൻ്റെ കല്യാണം കഴിഞ്ഞത്. എല്ലിൻ്റെ കല്യാണത്തിനും ആദിക്കും തീർത്ഥയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ ഫൈനൽ നമ്മുടെ സ്വാതിയുടെ കല്യാണത്തിരിക്കുകയാണ്. അതിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മളെ അങ്ങനെ സ്വാതിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇത്തോടെ വേറെ കല്യാണമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യൻ്റെ കൂടെയാണ് പോകുന്നത്. ആദ്യം ചേച്ചിയും കൂടി ഇപ്പം വരും. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. വരും. നമുക്ക് അവിടെ ബാക്കി വിശേഷം ചെയ്യണം. ഇതാണ് ആദിൻ്റെ വാർഷികമോ. പിന്നെ ആദ്യം ഇവിടെ വന്നതിൻ്റെ സ്റ്റോറി നമുക്ക് പിന്നെ പറയാം. ആദ്യം ഇതാണ് ആദ്യം ജിജോയും. ആസിക്ക് നോക്കിയേ, ആസിക്ക് ഹായ് തായ ഹായ് കിട്ടിയതായി ബോധിച്ചു. ഇല്ലെങ്കിലും എമ്മിലൊരു നാണായിട്ട് നിൽക്ക് നോക്കണോ. ഹായ് പറയും ആനി. നമ്മൾ പിന്നെ ആദ്യം ഫ്രണ്ട്സ് ആവലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കദി, ഇത് ഷസ്ന. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ ലാസ്റ്റ് കല്യാണമാണ് അല്ലേ. നമ്മൾ ഏതാണ് ലാസ്റ്റ് കല്യാണം എല്ലാവരും പേരും. റെജി മാത്രമേ വരാനുള്ളൂ, ബാക്കി എല്ലാവരും എത്തും. നമ്മുടെ ജാഫർ എത്തും. അതിനെ കുറിച്ചാണ് കുറെ പറയാനുള്ളത്. കുറെ കഥ പറയാനുണ്ട്. 2 വാക്കിൽ എന്തെങ്കിലും പറയോ കഥ? ഫ്രണ്ടിൽ നിന്ന് റിലേറ്റീവ് ആയ കഥ. അതെ. നമ്മളിവിടെ വരുമ്പം കണ്ടാട്ടെ. ഇത് നോക്കി ഇതെന്താ സാധനം അറിയുന്നവർ കമന്റ് ചെയ്യൂ ഗൈസ്. അവിടെ എത്തിയിട്ട് സ്വാധീനം കാണാം. എന്നറിയോ ആരാ പേരെന്താ? പറ പേരെന്താ? ഞാൻ വേണ്ടി ഒന്നുകൂടി പറയും. ഷൈമീന്ന പേര്. ഈ ചിരി ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്വാധീൻ്റെ അമ്മ. അപ്പോൾ ആദ്യം ഇവർ ചെക്കനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ചെക്കൻ വന്നതിന് ശേഷമാണ് അടുത്ത് നമ്മുടെ സ്വാതി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വാതി വരുന്നത് കാണാമല്ലോ. അങ്ങനെ
ഫൈനലി നമ്മുടെ സ്വാതി ഇതാ വരുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സ്വാതിൻ്റെ ഡ്രസ്സ് ഏതാണ്, മേക്കപ്പ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കുറേ സ്വാതി എന്ന് വിളിച്ച് അവിടെ മൈൻഡ് ആക്കിയില്ല. പിന്നെ അശ്വതിയാണ് എനിക്ക് ടാറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ താലികെട്ടിലേക്ക് കടക്കാം. അങ്ങനെ താലികെട്ടിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്വാതിയുടെ കല്യാണം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ബാക്കിരിക്കുകയായിരുന്നു. ഞാൻ കുറേ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് ഇവിടെ തന്നെ നോക്കുന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. മൂപ്പര് ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എമ്മിൽ ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ എന്താ എമ്മിലിനെയും കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോഴാണ് അവളെന്നെ നോക്കുന്നത്, ഇപ്പോൾ അവളെന്നെ കണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ കോളേജ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കിഷോറും അനന്യയും കൂടെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ തീർത്ഥം എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയേ. ഇതാണ് നമ്മുടെ ആനിക്കുട്ടി. ആനിക്കുട്ടി എൻ്റെ സബ്സ്ക്രൈബറാണ്. എൻ്റെ ആരാണ് ഫാൻ ഗേളല്ലേ അല്ലേ? കുപ്പായ ആരാ വായിച്ചേ? മാം എന്താ നമ്മോട് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പേര് കല്യാണ വീഡിയോ എടുത്തപ്പോൾ എല്ലി മാത്രമാണ്. ഇപ്പം എല്ലിനെ കൂടതാ ഇവിടെ ഉണ്ട്. ഓടിച്ചോർന്ന് കല്യാണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെ വന്നെങ്ങനെയാണെന്നൊക്കെ ഓരോ ആളുകൾ ഓരോ സീറ്റിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കാണ്. നമ്മുടെ കഥ ഉണ്ടല്ലോ, കഥീൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ സ്വാതിൻ്റെ കല്യാണ സദ്യ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ ഇതിന് കിടന്ന് നോക്കി ഇവരൊക്കെ എന്താ കഴിക്കുന്നത് പറഞ്ഞിട്ട് നമ്മുടെ എല്ലിൻ്റെ കുഞ്ഞുവാവേൻ്റെ ചോറൂണൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ നോക്കി നിൽക്കായിരുന്നേ. അമ്മയ്ക്കൊരു ബ്ലോഗർ ആദ്യം ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കണേ. ഇതേ അശ്വതി ആൻറ്റി, അച്ചു ആൻറ്റി. ഇതൊക്കെ കിഷോർ മാമൻ, ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരേ ഒരു മാമനായിരുന്നു. നമ്മുടെ ചെറിയ LED ഒരു അമ്മയായി കിഷോറെ നോക്കി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ സാദിയുടെ അമ്മ. കല്യാണപ്പെടിന്റെ അമ്മ 2 വാക്ക് പറയും. ജാഫർ അറിയാമല്ലോ, എന്തെങ്കിലും മൈൻഡിലാത്തോടാ പട്ടി. ഇതാരാണ് എമിൽ? ഞാളെ കണ്ടോ എത്ര നേരം ഞാൻ എളിച്ചു നിൽക്കുന്നുണ്ട്.
ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഞങ്ങളുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് പഴയ ഞങ്ങളായതുപോലെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഞങ്ങളുണ്ടല്ലോ ഒച്ചയും ബഹളമുള്ള കലവില കൂട്ടങ്ങളെ ഇവിടെ എനിക്ക് കുറച്ച് നേരത്തേക്ക് കാണാൻ പറ്റി. അതുവരെ ഭയങ്കര ശാന്തമായി നിന്നൊരു സ്ഥലമായിരുന്നു. എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തിങ്ങനെ പോയിരുന്നു. ഞങ്ങളങ്ങ് കയറിയപ്പോഴത്തേക്ക് പിന്നെ ഒച്ചയായി ബഹളായി കലവില മൊത്തം ആകെ ഒരു ഇതായിരുന്നു കേട്ടോ. ഷസ്നേൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ചിരിയും ബഹളമൊക്കെ ആയിട്ട് ശരിക്കും പണ്ടത്തെ ഞങ്ങളതാ കുറച്ച് നേരത്തേക്ക് ഇവിടെ കാണാൻ പറ്റി. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ ഞങ്ങളിലേക്ക് തന്നെ വന്നേ. പക്ഷെ നമ്മുടെ ജാഫർ അങ്ങനെയല്ല. ജാഫർ പണ്ടത്തെ പോലെ ആൾ ഭയങ്കര ഡീസൻ്റായിട്ട് മെച്ചോർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരിതെന്താ ഈ ഒച്ചയും ബഹളം കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. രണ്ട് പക്ക പൈസ അത് എനിക്ക് വേണ്ടിട്ട് അടിപൊളിയാണ് കല്യാണം. കച്ചിന് എന്തെങ്കിലും രണ്ടു പക്കം പറയും. ഞങ്ങൾക്ക് ഒരുപാട് പോവാണ്. എല്ലി ഒറ്റയ്ക്കല്ലി വന്ന് എല്ലി ഹസ്ബൻഡും ഭാവേനൊക്കെ കൂട്ടിക്കാണ് വന്നത്. വാസുഗീത നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ സമയക്കാതെ നിലത്ത് കൂടെ നടക്കുന്നുണ്ട്. വലുതാവും ഇനി ഫോട്ടോ എടുക്കും, ഞാൻ പിന്നെ നടക്കും കേട്ടോ. അങ്ങനെ കല്യാണ വിശേഷവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം ഞങ്ങൾ റെജീനെ നന്നായിട്ട് മിസ് ചെയ്തു. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, ഓളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ആദ്യം തീർത്ഥയും കൂടി ഒരുമിച്ചാണ് പോകുന്നുണ്ടായിരുന്നു ജിജോൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കല്യാണ വിശേഷം, ഇന്നത്തെ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ.